ഹായ് ഫ്രണ്ട്സ്, നമുക്കൊരു വെണ്ടയ്ക്ക മപ്പാസ് കറി ഉണ്ടാക്കി നോക്കിയാലോ. ഞാനും ഫസ്റ്റ് ടൈമാണ് കേട്ടോ ഉണ്ടാക്കണേ. അതുകൊണ്ട് വീഡിയോ എടുക്കാൻ നേരത്ത് കുറച്ച് മടിച്ചായിരുന്നു. എന്ന് വെച്ചാൽ ഈ ഫ്ലോപ്പായാൽ എന്ത് ചെയ്യുമെന്ന്. പിന്നെ ഞാൻ വിചാരിച്ചു ഫ്ലോപ്പായാൽ വീഡിയോ അപ്ലോഡ് ചെയ്യില്ല, ഫ്ലോപ്പായില്ലെങ്കിൽ ഉറപ്പായിട്ടും വീഡിയോ അപ്ലോഡ് ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലേ വീഡിയോ അപ്ലോഡ് ചെയ്തപ്പോൾ? അതെ, ഫ്ലോപ്പായില്ല, അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. നിങ്ങളൊന്ന് ട്രൈ ചെയ്യണം. അപ്പോൾ ആദ്യം തന്നെ വെണ്ടയ്ക്ക ആവശ്യത്തിന് എടുത്തിട്ട് നല്ലോണം കഴുകി ഒരു മീഡിയം സൈസ് അളവിന് കട്ട് ചെയ്ത് വെക്കുക. ഇനി നമുക്ക് ഒരു പാൻ ചൂടാക്കാൻ വെച്ചിട്ട് അതിലോട്ട് കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് ഈ വെണ്ടയ്ക്ക അതിലോട്ടിട്ട് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഞാൻ എണ്ണയും കൂടി എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് മനസ്സിലാവണ്ടേ ഞാൻ ഈ കറിയൊക്കെ ഉണ്ടാക്കണേന്ന്? അതുകൊണ്ട് ഇത് ബ്രൗണിഷ് കളറൊക്കെ ആയി വരുമ്പോൾ തന്നെ ഓഫ് ചെയ്യാം. ഇനി നമുക്ക് കറി ഉണ്ടാക്കാമല്ലേ. അപ്പോൾ ആദ്യം തന്നെ പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇനി ആവശ്യമായ സവാള, ഇഞ്ചി, തക്കാളി, പച്ചമുളകാണ് ഈ കറിക്ക് ആവശ്യം. ഇനി എണ്ണ ചൂടായി വരുമ്പോൾ തന്നെ ഇതിലോട്ട് ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത് ഇടാം. ഇനി ബ്രൗണിഷ് കളറായി വരുമ്പോൾ തന്നെ പച്ചമുളകും സവാളയും കൂടി ഇട്ട് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇവിടെ കിടന്ന സവാള ഒന്ന് കുക്കാവട്ടെ, നമുക്കൊന്ന് അരപ്പ് റെഡിയാക്കിയിട്ട് വരാം. അപ്പോൾ മിക്സി ജാറിലോട്ട് തേങ്ങ ചിരടിയത് കുറച്ച് ഇട്ടിട്ടുണ്ട്, ഒരു കൈ അളവ്. ഇനി കുറച്ച് വെള്ളം കൂടി ആവശ്യത്തിന് കുറച്ച് മതി, ഒരു ഗ്ലാസ് ഹാഫ് മതി കേട്ടോ, ആവശ്യത്തിന് അനുസരിച്ച് ഇട്ടാൽ മതിയേ. വെള്ളം കൂടി ചേർത്ത് ഒന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കാം. ഞാനിവിടെ സവാളയുടെ അടുത്ത് നോക്കിയപ്പോൾ കറക്റ്റ് ബ്രൗണിഷ് കളറൊക്കെ ആയി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് മസാല ചേർക്കാം. മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, പിന്നെ മുളക് പൊടി, അതും കൂടി ചേർത്ത് പച്ചമണം മാറണ വരെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി അതിലോട്ട് തക്കാളിയും കൂടി ചേർത്ത് ഒരു 5 മിനിറ്റ് ഇളക്കി കൊടുത്തിട്ട് നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച വെണ്ടയ്ക്കയില്ലേ അതും ഇതിലോട്ട് ചേർത്ത് ഒരു 10 മിനിറ്റ് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി നേരത്തെ തയ്യാറാക്കി വെച്ച അരപ്പും കൂടി ചേർത്ത് ആവശ്യത്തിന് വെള്ളം കൂടി ചേർത്ത് ഒന്ന് ഇളക്കി കൊടുക്കുക. വെള്ളമില്ലേ ഒന്ന് ശ്രദ്ധിക്കണേ, ചൂടുവെള്ളം ഇട്ടാൽ മതി. പിന്നെ 2 മിനിറ്റ്, അത് കൂടുതൽ തിളപ്പിക്കാൻ പാടില്ല, നല്ലോണം തിളയ്ക്കാനും പാടില്ല. അപ്പോൾ ഒന്ന് ചൂടായി വരുമ്പോൾ തന്നെ ഓഫ് ചെയ്യാം. ഇനി നമുക്ക് താളിക്കാം അല്ലേ. അപ്പോൾ ആദ്യം തന്നെ പാൻ ചൂടാക്കാൻ വെച്ചിട്ട് ഇതിലോട്ട് എണ്ണ ഒഴിച്ചിട്ട് ഉലുവയും കടുകും കൂടി ഇട്ട് അത് പൊട്ടി വരുമ്പോൾ കറിവേപ്പിലും ഉണക്കമുളകും കൂടി ഇട്ട് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് തീയങ്ങ് ഓഫ് ചെയ്യാം. ഇനി ഈ കറിലോട്ട് ഒഴിക്കാം. നമ്മുടെ അടിപൊളി ടേസ്റ്റിയുള്ള വെണ്ടയ്ക്ക മപ്പാസ് റെഡി ആയിട്ടുണ്ട്. നിങ്ങളൊന്ന് ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ. ഓക്കെ, ബൈ.